സാർ നമസ്കാരം. നമസ്കാരം. CMRL എക്സാലോജിക്ക് വിവാദം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ മാധ്യമങ്ങൾ ഈ വിഷയം ഊതിപ്പെരിപ്പിച്ചു എന്നാണ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ 2024 ഏപ്രിൽ 17 CMRL കർത്ത എന്ന് പറയുന്ന ശശിധരൻ കർത്ത EDക്ക് നൽകിയ മൊഴി അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റി മുമ്പാകെ ED കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. CMRL കർത്ത പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ്റെ മകൾ എന്ന രീതിയിലാണ് തനിക്ക് വീണയെ പരിചയം. അവർക്ക് അന്ന് കൊടുത്ത 2,78 ലക്ഷം രൂപ താൻ ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുത്തതാണ്. അല്ലാതെ വീണ എന്ന വ്യക്തിയിൽ നിന്നും വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും ഞങ്ങൾക്ക് CMRLന് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ലഭിച്ചിട്ടില്ല. വീണ വിജയനെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും EDയും പലകുറി മാറി ചോദ്യം ചെയ്തതിൽ നിന്നും വീണയും സമ്മതിച്ചിരിക്കുന്നത് ഞാനിങ്ങനെ ഒരു സേവനം അവർക്ക് കൊടുത്തിട്ടില്ല. വീണ CMRLുമായി ഏതെങ്കിലും തരത്തിൽ ഇമെയിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് EDയുടെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോഴവർ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ വീണയുടെ ഐഫോൺ സെർച്ച് ചെയ്തതിൽ നിന്നും അതിലൊരു കാര്യം വ്യക്തമായിരിക്കുന്നു. വീണ CMRLന് വേണ്ടി പല കുറി അതിൽ നിന്നും ഇമെയിൽ അയച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഐഫോണിലാണ് വീണ ഇൻവോയ്സ് സെറ്റ് ചെയ്തത്. ഇതെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീണ വിജയന് ലേക്കർ ഇന്ത്യ എന്ന് കോഴിക്കോട് ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുടെ വിവരങ്ങൾ കൂടി ഈ അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റിക്ക് മുമ്പായി ഇവർ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 15.75 കോടി ആ കമ്പനിയുടെ ഇപ്പോഴത്തെ ബാലൻസിലുണ്ട് എന്നുകൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ED അന്വേഷിക്കാൻ വരുമ്പോൾ ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ പിണറായി വിജയന് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തവർ പ്രതിപക്ഷ നേതാവിന് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസി വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ CMRL കർത്ത തന്നെ നേരിട്ട് പറഞ്ഞിരിക്കണു, ഒരു സേവനവും ഇവർ നൽകിയിട്ടില്ല, ഞാൻ വെറുതെ പണം കൊടുത്തതാണെന്ന് പറയുമ്പോൾ അത് കൈക്കൂലി പണമാണ്. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിൻ്റെ കീഴിൽ നിന്നും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചതിൻ്റെ പാരിതോഷികമായാണ് ഈ സേവനങ്ങൾ അത്രയും എന്ന് ED വിലയിരുത്തപ്പെടുമ്പോൾ അത് ശരിയാണെന്ന രീതിയിലേക്ക് നിഗമനങ്ങൾ പോകുന്നു. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇത് വിലയിരുത്തുക? ഞാനിത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ശശിധരൻ കർത്തയായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയില്ല. ഒന്നാമത്തെ കാര്യം അത് ED എല്ലാവരും പറഞ്ഞില്ല, പ്രത്യേകിച്ച് നമ്മുടെ ED. ഇവിടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യകാലത്തൊക്കെ പത്രപ്രവർത്തകർക്ക് എക്സാലോജിക് കമ്പനി എന്നൊക്കെ പറയാനായിട്ട് വഴങ്ങി കിട്ടിയായിരുന്നു ആദ്യം തുടക്കത്തിൽ. ഇപ്പോൾ എല്ലാവർക്കും കാണാപ്പാടം പോലെ എക്സാലോജിക്കിന് പെട്ടെന്ന് പറയും. അത്രയ്ക്ക് മാത്രം ഫെമിലിയർ ആയ ഒരു പേരായിപ്പോയി എക്സാലോജിക്. അത് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് വീണ വിജയനുമായിട്ടാണ്. ഇപ്പോൾ വീണ വിജയന് കാശ് കൊടുത്തിരിക്കുന്നത് ശശിധരൻ കർത്തയാണ്. ശശിധരൻ കർത്ത എക്സാലോജിക്കുമായിട്ട് എന്താ ബന്ധം? എന്താ അല്ല, ഒരു ബന്ധമില്ല എന്നാണ് ഈ കർത്ത തീർത്ത് പറഞ്ഞത്. അവിടെ സമ്മതിച്ചു. അങ്ങനെ വെറുതെ ഒരാൾക്ക് കാശ് കൊടുക്കില്ല, മുഖ്യമന്ത്രിക്ക് കാശ് കൊടുക്കുള്ളൂ. അങ്ങനെ കേരളത്തിലെ മുതലാളിമാരെല്ലാം മുഖ്യമന്ത്രിക്ക് അങ്ങനെ കാശ് കൊടുക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനല്ല മുഖ്യമന്ത്രിക്കാണ് കൊടുക്കണേ. മുഖ്യമന്ത്രിക്ക് അങ്ങനെയുള്ളൊരു കാശ് കൊടുക്കുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രി ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിരുന്ന ചില വകുപ്പുകളുടെ സഹായം ഈ കമ്പനിക്ക്, അതായത് കരിമണൽ ആണ് അവരുടെ അസംസ്കൃത വസ്തു, അപ്പോൾ ആ കമ്പനിക്ക് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി വകുപ്പ് അതുപോലെ തന്നെ ഖനന വകുപ്പ് എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുകൾ തന്നെയാണ്. അപ്പോൾ ഈ വകുപ്പിൽ നിന്ന് വഴിവിട്ട് സഹായങ്ങൾ CMRLന് കിട്ടിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് മകൾക്ക് പോലും ഇങ്ങനെയൊരു കരാറ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല ഇതിലെ അടിസ്ഥാനം. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ കക്ഷി ചേർന്ന് ഷോൺ ജോർജ് പറയുന്നു ഇതിലേതാണ്ട് 200 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ED കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയത് 1000-ൽ പരം കോടികളുടെ ഇടപാടുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് ചില അക്കൗണ്ടുകൾ വഴി, വീണ വിജയൻ്റെ അക്കൗണ്ട് വഴി ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്തെ ചില അക്കൗണ്ടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത്തരം അന്വേഷണങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ് EDയുടെ സോണൽ ഓഫീസർ അന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ നമ്മളറിഞ്ഞത് മഞ്ഞുമലയുടെ ചെറിയൊരു അറ്റം മാത്രമാണ്. ഇത് ഭീമാകാരമായ മറ്റൊരു വശം ഇപ്പോഴും
അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ സമുദ്രത്തിനടിയിൽ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റിക്ക് ഇത് പോയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാർന്നു പോകുന്നു. CMRLൻ്റെതും വീണാ വിജയൻ്റെതും ഇനി പിണറായി വിജയൻ്റേത് അടക്കമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഇതിൽ വിഷമിക്കാൻ പോകുന്നതെന്ന് പിണറായി വിജയൻ വിഷമിക്കും. പിണറായി വിജയൻ അല്ലാതെ വേറെ യാതൊരു കണക്ഷനും വീണയ്ക്ക് കാശ് മേടിക്കാനുള്ള കണക്ഷനില്ല. അല്ലെ വീണ പറയണം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കർത്താവിനോട് നേരിട്ട് കാശ് മേടിച്ചെന്ന് വീണ പറയുമ്പോൾ വീണ വെള്ളത്തിലാവും. അപ്പോൾ പിണറായി വിജയന് വീണ ഒരുമിച്ച് മുങ്ങോ രക്ഷപ്പെടാനോ ശ്രമിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറൊരു അപകടം കിടക്കുന്നത്, മുഹമ്മദ് റിയാസ് MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പിയൊക്കെ കൊടുക്കുമ്പോൾ ഈ ട്രാൻസാക്ഷൻ എൻ്റെ ഭാര്യയുടെ സ്വത്തുക്കളെക്കുറിച്ചും ഭാര്യയുടെ അസറ്റിനെക്കുറിച്ചും ഭാര്യയുടെ കമ്പനികളെക്കുറിച്ചും ഭാര്യയുടെ ഷെയർ ഹോൾഡിങ്ങിനെക്കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ്. കൊടുത്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല, നാളെ ചിലപ്പോൾ വരുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളത്തിലാകുമ്പോൾ മറ്റൊരാൾ വരിക, ഓട്ടോമാറ്റിക് ചോയ്സായിട്ട് വരിക ആരാ? റിയാസും കൂടെ വരികയാണ്. അല്ല, തീർച്ചയായിട്ടും റിയാസ് ഇപ്പോൾ കുറച്ച് സമയം ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു, പിണറായി വിജയൻ്റെ ഉണ്ടായിരുന്നു, റിയാസിൻ്റെ. അപ്പോൾ റിയാസ് പറഞ്ഞത് ഈ CMRL കർത്ത പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. വീണയ്ക്ക് വെറുതെ പണം കൊടുത്തു, വീണയെ മുഖ്യമന്ത്രിയുടെ മകളെന്ന രീതിയിൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ആ പണം കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ റിയാസിനോട് ചോദിച്ച് പറഞ്ഞത് എനിക്കറിയില്ല. അതായത് കൈയൊഴിയുന്ന രീതിയിൽ തന്നെയാണ് റിയാസ് പറഞ്ഞത്. റിയാസ് കൈയൊഴിഞ്ഞതുകൊണ്ട് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഓർമ്മയില്ല, അത് നമുക്ക് പരിശോധിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് ഈ കേസ് അങ്ങനെ തേച്ച് മാറ്റി ഡോക്യുമെന്ററി സപ്പോർട്ടുണ്ട്. അതെ, തീർച്ചയായും. അതായത് ആദായനികുതി വകുപ്പിന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ വന്നൊരു റിപ്പോർട്ടാണത്. അതിനിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞൊരു കാരണവശാലും മായ്ക്കാൻ പറ്റില്ല. നിയമസഭാ രേഖകളിലുണ്ട്. പിണറായി വിജയൻ പറഞ്ഞു 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിനവർ GST അടച്ചിട്ടുണ്ട്. അപ്പം GST അടച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ അഴിമതി പണം അല്ലാതെ ആവുന്നില്ലല്ലോ. ഇതാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഉന്നയിച്ചത്. എന്തായാലും വെറുതെ വീട്ടിലിരിക്കുന്നവരെ സഭയിലേക്ക് വലിച്ചഴക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പിണറായി വിജയൻ വളരെ വൈകാരികമായി നിയമസഭയിൽ പൊട്ടിത്തെറിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷേ അതെല്ലാം വൃഥാവിലായിരിക്കണു. കാരണം ഈ CMRL കർത്ത ഇതിലൊരു പ്രധാന കക്ഷി തന്നെയായിരുന്നു. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണെന്നൊരു രീതിയിലാണ് ഇത്രയും കാലം CPM ഇത് കൊണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ CMRL കർത്ത തന്നെ EDക്ക് കൊടുത്ത മൊഴി അത് അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൃത്യം കാര്യങ്ങൾ വെളിവായിരിക്കുന്നു. 2024 ഏപ്രിൽ 17-ാം തീയതിയാണ് കർത്തയെ ED ചോദ്യം ചെയ്തത്. അപ്പോൾ അവിടെ കൃത്യമായുള്ള കർത്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കർത്താക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ശരി. കാരണം കർത്ത ഈ ഇടപെടുന്ന കർത്ത മോശം ബിസിനസ്സുകാരനൊന്നുമല്ല. കോടാനുകോടി അല്ലെ 40,000, 50,000, 1 ലക്ഷം കോടി കരിമണലിൻ്റെ ബിസിനസ് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നയാളാണ് കർത്ത. അപ്പോൾ കർത്ത നോക്കിയപ്പം ഈ കാര്യം ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൾ പിണറായിയാണ്. പിണറായി എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ആരും ചോദിക്കാനില്ല. പാർട്ടിയിൽ നിന്നോ ഘടകത്തിൽ നിന്നോ MLA വേറെ മന്ത്രി ആരും ഒന്നും ചോദിക്കില്ല. പിണറായി പറയുന്ന പോലെ പിണറായി കൊടുക്കുന്ന ടിഷ്യൂ പേപ്പറിൽ ഒപ്പിടാൻ എല്ലാവരും തയ്യാറാണ്. ശിവശങ്കരൻ കൊടുക്കുന്ന ടിഷ്യൂ പേപ്പർ ആരൊപ്പിടും? പിണറായി ഒപ്പിടും. അതുപോലെ തന്നെ. അപ്പോൾ പിണറായിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. വേറെ 10 പേര് അവകാശികൾ പറഞ്ഞാൽ വരികയില്ല. കോൺഗ്രസിനൊക്കെ ആണെങ്കിൽ ഒരു നേതാവ് മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ മറ്റേ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ വരും, അടുത്തയാൾ വരും. അത് ഏത് പാർട്ടിയിലും അങ്ങനെയാണ്, BJPയിലും അങ്ങനെയാണ്. പക്ഷേ CPMൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ അത് വീതിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ല, ഇവിടെ ഈ എടുത്തു പറയേണ്ട ഒരു വസ്തുത, അല്ലെങ്കിൽ കാണാതെ പോകുന്നൊരു വസ്തുത, ഇപ്പോൾ CPMൻ്റെ ഇത്രത്തോളം ഈ 2024 ദയനീയമായ പരാജയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ CPMലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് പിണറായി വിജയൻ പൊളിറ്റ് ബ്യൂറോയിൽ സ്വന്തം വോട്ട് കൂടി ഇട്ടിട്ടാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം മേടിച്ചത്. അപ്പോൾ അതിൽ ആകെ 2 വോട്ടിൻ്റെ കാസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമേ തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ ഒഴിയണം. ഈ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ CPMന് വളർച്ച സുസാധ്യമല്ല എന്നവർ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി അവരുടെ ഇന്നലെയും അതിന് മുൻപുള്ള ദിവസമായിട്ട് CPMൻ്റെ സംസ്ഥാന സമിതി ചേർന്നിരിക്കുന്നു. ഇനി സെപ്റ്റംബർ 13-ാം തീയതി വിപുലീകരിച്ച ഒരു സംസ്ഥാന സമിതി ചേരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതുവരെയൊന്നും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ പിണറായി വിജയന് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM എന്തായാലും ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഈ CMRLൻ്റെ ഈ വിഷയം കൂടി വീണ് കിട്ടിയിരിക്കുന്നത്. കർത്തയുടെ മൊഴി കൂടി പുറത്തു വന്നിരിക്കുന്നത്. അത് വെറും മൊഴിയല്ല, EDയുടെ മുമ്പിൽ കൊടുത്ത മൊഴി ഈ അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ പിണറായി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞാലും, റിയാസ് പറയുന്നത് എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞാലും, ഇത് അറിയേണ്ട ആളുകൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് അവർ പോകുന്നു എന്ന് പറയുമ്പോൾ
തീർച്ചയായും ഇത് മാധ്യമങ്ങളാണ് പറഞ്ഞത് വീണയെ ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, പിണറായി വിജയൻ ജയിലിലേക്ക് എന്നൊക്കെ തരത്തിലുള്ള തമ്പുകളും അല്ലെങ്കിൽ ഹെഡ്ലൈൻസുമായിട്ടുള്ള വാർത്തകൾ പോകുമ്പോൾ ഇതൊക്കെ വെറും മാധ്യമ സൃഷ്ടിയാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുടെ മുന്നിലേക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഇപ്പോൾ കർത്ത പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ പണം കൊടുത്തത് പിണറായി വിജയൻ്റെ മകളെന്ന രീതിയിൽ മാത്രമാണ്, എനിക്ക് വീണയെ അറിയില്ല. ആ പണം കൊടുത്തതിന് ഒരു സേവനം കിട്ടിയിട്ടില്ല എന്ന് കർത്ത സമ്മതിക്കുമ്പോൾ, അത് വീണയെ സമ്മതിക്കുമ്പോൾ വെറുതെ പണം കൊടുത്തതാണ്. വെറുതെ പണം കൊടുത്തതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വെറുതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അഴിമതി ഉണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. ആ അഴിമതി ഇന്നതാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. വഴിവിട്ട സഹായം CMRL കിട്ടിയിരിക്കുന്നു. അല്ല, അല്ലെങ്കിൽ തന്നെ പിണറായി വിജയനെ വിചാരിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ പറ്റില്ല, ദ്രോഹിക്കാൻ പറ്റുമായിരുന്നു കർത്തയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ ലോറിയിലൊക്കെ മണൽ കയറ്റാനും ഇറക്കാനും ഇഷ്ടം പോലെ മാനുവൽ ലേബേഴ്സ്, ചില ചുമട്ടുതൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് കർത്തയുടെ കമ്പനിയിലുണ്ട്. അവിടെ ആറാട്ടുപുഴ ഭാഗത്തെല്ലാം ഉണ്ട്. അപ്പോൾ ഈ തൊഴിലാളികളെ വെച്ചുകൊണ്ട് കർത്തയുടെ പണി 2-3 ദിവസത്തേക്ക് മുടക്കാമല്ലോ. അതൊരു സഹായമല്ലേ? പിണറായി വിജയൻ CITUവിൻ്റെ സഹായം പണിമുടക്കി. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ഈ തോട്ടപ്പള്ളി സ്പിൽവേ ക്ലിയർ ചെയ്തതിൻ്റെ ഭാഗമായി ഏതാണ്ട് 1600 കോടി രൂപയുടെ കരിമണൽ നീക്കം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയനും പല കാലഘട്ടത്തിലായി 2019 മുതൽ കാലഘട്ടം കണക്കിലെടുക്കുമ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന 2016 അതിന് മുമ്പേ തന്നെ ഇത്തരം ഇടപാടുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ CMRL മറ്റൊരു കണക്ക് പുസ്തകമുണ്ട്. അവിടെ OC-ക്ക് കൊടുത്തത്, RC-ക്ക് കൊടുത്തത്, KK-ക്ക് കൊടുത്തത് അന്വേഷിക്കട്ടെ. തീർച്ചയായും ആരൊക്കെ പണം മേടിച്ചിട്ടുണ്ട് അവരൊക്കെ അന്വേഷിക്കട്ടെ. അപ്പോൾ അവിടെയൊക്കെ വലിയൊരു 123 കോടി രൂപയുടെ മറ്റൊരു കണക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിലേക്ക് ഏതാണ്ട് 5000 കോടി രൂപയുടെ അടുത്ത് പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കണക്കുകൾ നമ്മുടെ ചീഫ് എഡിറ്ററായ ക്രൈം നന്ദകുമാർ സാർ തന്നെ ഒരിക്കലും അത് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പണി പാളിയിരിക്കുന്നു. പിണറായി വിജയൻ എത്ര കണ്ട് വിളിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ കേസിൽ നിന്ന് ഊരിപ്പോരൽ സാധ്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഷോൺ ജോർജ് ഇന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, CPM-ന് അല്പമെങ്കിലും ഈ കാര്യത്തിലൊരു താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ രാജി നിങ്ങൾ ആവശ്യപ്പെടണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറന്തള്ളണം, എന്നാലേ ഈ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. അത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ പാർട്ടിക്കും പിണറായി വിജയനെ പഴയ പോലെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. CPM വേറൊരു വീട്ടിലാണ്. ഈ പൊതു രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ ചെയ്തതിനേക്കാൾ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള തെറ്റ് പൊതു രാഷ്ട്രീയത്തിൽ ഭരണത്തിൽ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തെ പുല്ലുപോലെ പുറത്താക്കാൻ, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ആരെ സഹായിച്ചു? കോൺഗ്രസിന് സഹായിച്ചു. ഇത് രാജ്യത്തെയും രാജ്യദ്രോഹത്തെയും എല്ലാ തരത്തിലും ബാധിക്കുന്ന ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് പിണറായി വിജയനെതിരായിട്ട് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിയും തീർന്നു എന്നർത്ഥം. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു അഡ്രസ്സ് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പിണറായി വിജയനെ തള്ളി പറയേണ്ടി വരും. പിണറായി വിജയനെ തള്ളി പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിയാസും വീണയും വെള്ളത്തിലാവും. സാർ ചൂണ്ടിക്കാണിച്ച പോലെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട്. കാരണം ആറ്റമിക് എനർജിക്ക് ഉപയോഗിക്കുന്ന നിരവധി മൂലകങ്ങൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇത് ഈ നമ്മുടെ വിധ്വംസക ശക്തികളുടെ കയ്യിലേക്ക് പോവുകയാണെങ്കിൽ അതെ രാജ്യദ്രോഹപരമായ തന്നെ കുറ്റങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് NIA ഏറ്റെടുത്ത് അന്വേഷിക്കേണ്ട കേസാണ് എന്നൊക്കെ വിവക്ഷിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഇത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ അത്ര കണ്ട് ലാഘവത്വമുള്ളൊരു കേസല്ല, അത്ര ലാളിത്യത്തോട് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പിണറായി വിജയനോ വീണയോ റിയാസോനെയോ ന്യായീകരിച്ചുകൊണ്ട് മാത്രം ഈ കേസിൽ നിന്നും അല്ലെങ്കിൽ CPM പിണറായി വിജയനെ വെള്ളപൂശിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, അറിയാമല്ലോ. തീർച്ചയായും.